കരുതലിന്റെ സ്നേഹസ്പർശം AKG മെമ്മോറിയൽ കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ കണ്ണൂർ. സർക്കാർ ജോലിക്കിടെയുള്ള ഒഴിവു സമയങ്ങളിൽ തേനീച്ച കൃഷിയിൽ നൂറുമേനി വിളയിച്ചിരിക്കുകയാണ് മട്ടന്നൂർ പരിയാരം സ്നേഹതീരത്തെ സി യൂസഫ്. വീട്ടുപറമ്പിലും മറ്റുമായാണ് തേനീച്ച കൃഷിയിൽ വൻ വിജയം കൈവരിച്ചത്. ഉളിക്കൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഓഫീസ് സ്റ്റാഫായ യൂസഫ് ഒഴിവു സമയങ്ങളിലാണ് കൃഷിയിലും സമയം കണ്ടെത്തിയത്. വീട്ടുപറമ്പിലും സുഹൃത്തുക്കളുടെ പറമ്പിലുമാണ് കൃഷി നടത്തുന്നത്. മട്ടന്നൂർ പരിയാരത്തും കീച്ചേരിയിലുമാണ് തേനീച്ച കൃഷി ഇറക്കിയത്. 8 വർഷം മുൻപാണ് തേനീച്ച കൃഷിയിലേക്ക് യൂസഫ് ഇറങ്ങുന്നത്. കൃഷിവകുപ്പിന്റെ ക്ലാസും പരിശീലനവും ലഭിച്ചതിനു ശേഷമായിരുന്നു സർക്കാർ ജോലിക്കൊപ്പം കൃഷി മേഖലയിലേക്കും തിരിയുന്നത്. കൃഷിവകുപ്പിൽ നിന്ന് സബ്സിഡി ഇനത്തിലാണ് തേനീച്ച ലഭിച്ചത്. ആദ്യം വീട്ടുപറമ്പിലും പിന്നീട് സുഹൃത്തുക്കളുടെ റബ്ബർ തോട്ടത്തിലും കൃഷി ചെയ്തു തുടങ്ങി. നിരവധി പെട്ടികളിൽ നിന്നായി വർഷം 4 കിൻഡലോളം തേൻ ലഭിക്കുന്നതായി യൂസഫ് പറഞ്ഞു. പപ്പായ കൃഷി സ്ഥിരമായി ചെയ്യുന്നതാണ്. അതിൻ്റെ കൂടെ തേനീച്ച വളർത്തൽ ആരംഭിച്ചിട്ട് ഇപ്പോൾ ഒരു 8 വർഷത്തോളമായി. ഇപ്പോൾ 40ഓളം കോളനികൾ എൻ്റെ അടുത്തുണ്ട്. ഇപ്പോൾ വീട്ടുപറമ്പിൽ കുറച്ച് കോളനികളേ ഉള്ളൂ. ബാക്കി സുഹൃത്തുക്കളെ റബ്ബർ തോട്ടത്തിലൊക്കെയാണ് വെക്കുന്നത്. നമുക്ക് അരക്കി തേന് ശരാശരി അങ്ങനെയാണെങ്കിൽ തന്നെ ഈ 4 അടകളാണ് വീട്ടിലുള്ളത്. അങ്ങനെയാണെങ്കിൽ 4 കിലോ തേന് ഒരു തവണ നമുക്ക് കിട്ടും. 5 തവണ 4 തവണയെങ്കിലും നമുക്ക് തേനെടുക്കാൻ കഴിയും. അങ്ങനെയാണെങ്കിൽ നല്ല കാലാവസ്ഥയൊക്കെ അനുകൂലമായാൽ തന്നെ ഒരു 16 കിലോ ശരാശരി ഒരു പെട്ടിയിൽ നിന്ന് തേനെടുക്കാൻ പറ്റും. എനിക്ക് എല്ലാ പെട്ടിയിൽ നിന്നും അങ്ങനെ കിട്ടുന്നില്ല. എന്നാൽ നമ്മളെ കേരളത്തിലെ ശരാശരി ഉൽപ്പാദനം ഒരു പെട്ടിയിൽ നിന്ന് 10 കിലോ തേനാണ്. 350 രൂപ ഇപ്പം വിലയുണ്ട്. 3000 രൂപയോളം വരുമാനം ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് പറയുന്നത് ഇക്കാരിൽ നിന്ന് എല്ലാവരും തേൻ വാങ്ങി കഴിക്കണം. ഇത് വളരെ ആരോഗ്യത്തിന് ഗുണകരമായ ഒരുപാണ്. ഏറ്റവും കൂടുതൽ ആൻറ്റി ഓക്സിഡൻറ്റുള്ള രോഗപ്രതിരോധ ശേഷി തേന് വാങ്ങി കഴിക്കണം എന്നാണ് എനിക്ക് പറയാൻ. ന്യൂസ് ബ്യൂറോ, മട്ടന്നൂർ. മധുരാഗ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മധുരാഗ് ബിൽഡിംഗ്, കണ്ണൂർ റോഡ്, ചകരകൽ.